നിറഞ്ഞ ശക്തിയെ കരങ്ങളൊക്കെ കൂപ്പിപ്പിടിച്ച് ഭക്തിയോടെ പാടാം. നിറഞ്ഞ ശക്തിയെ ദൈവമക്കൾ ഒന്ന് ചേർന്ന് പാടുന്നു. നിറഞ്ഞ ശക്തിയെ രണ്ട് കരങ്ങളും ശിരസിന്റെ മേലെ കമിഴ്ത്തി വെക്കാം. രണ്ട് കരങ്ങളും ശിരസിന്റെ മേലെ കമിഴ്ത്തി വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ശിരസ് മുതൽ പാദം വരെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തിപ്പടരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ലൂക്കാസ് സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തില് പരിശുദ്ധ അമ്മയോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ അസാധ്യതകളുടെ മേൽ വന്ന് നിറഞ്ഞപ്പോൾ മറിയത്തിലെല്ലാം സാധ്യതകളായിട്ട് മാറുകയാണ്. നിന്റെ അസാധ്യതകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ കടന്നു വരട്ടെ. നിന്റെ വേദനകളിലേക്കും നിന്റെ ദുഃഖങ്ങളിലേക്കും നിന്റെ നൊമ്പരങ്ങളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ നിറയട്ടെ. നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. കരങ്ങളെ ശിരസിന് മേലെ കമിഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ അധ്വാന മേഖലകളെ, ആഗ്രഹങ്ങളെല്ലാം സമർപ്പിക്കുക. നമ്മുടെ ശരീരം മുഴുവനെയും ഈശോയ്ക്ക് കൊടുത്ത് ആത്മാവിന്റെ അഗ്നി നമ്മളിൽ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് സ്വരമുയർത്തി ഒരിക്കൽ കൂടെ പാടുന്നു. നിറഞ്ഞ ദൈവമക്കള് രണ്ടുപേര് കേൾക്കത്തക്ക വിധത്തില് കരങ്ങൾ ശിരസിന് മേലെ കമിഴ്ച്ചു വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ ആത്മാവിനെ ഇവരുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശിരസ് മുതൽ പാദം വരെ ആത്മാവിന്റെ അഗ്നി കത്തി പടരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവ് നിറയട്ടെ. ഇവരുടെ അധ്വാന മേഖലകളിലേക്ക് ആത്മാവ് നിറയട്ടെ. ഇവരുടെ വേദനകളിൽ ആത്മാവ് നിറയട്ടെ. ഇവരുടെ ആഗ്രഹങ്ങളിൽ ആത്മാവ് നിറയട്ടെ. ഈ ദിവസം ഇവർക്ക് അനുഗ്രഹത്തിന്റെ ദിവസമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ശ്ലീഹന്മാർ നിറഞ്ഞ എല്ലാവരും ചേർന്ന് സ്വരം ഉയർത്തി പാടുന്നു. നിറഞ്ഞ രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ദൈവമക്കൾ ചേർന്നൊന്ന് സ്വരം ഉയർത്തി വിളിച്ചേ. ഈശോയേ, ഉച്ചത്തി വിളിക്കുന്നു. ഈശോയേ, കണ്ണുനീരോടെ ശ്ലീഹന്മാർ നിറഞ്ഞ ശക്തിയെ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ചു ഏറ്റവും ഭക്തിയോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ കത്തി പടരട്ടെ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ജ്വലിക്കട്ടെ. ആത്മാവേ, എൻ്റെ ഉള്ളിൽ നിറയണമേ. എൻ്റെ വേദനകളിലും എൻ്റെ ദുഃഖങ്ങളിലും എൻ്റെ കണ്ണുനീർ അനുഭവങ്ങളിലും എൻ്റെ കുടുംബത്തിലും ഇപ്പോൾ വന്ന് നിറയണമേ.
ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അമ്മ കാത്തുകൊള്ളണമേ. ആത്മാവിന്റെ അഭിഷേകത്തിൽ ഇവർ ഓരോരുത്തരും നിറയപ്പെടുന്നതിന് വേണ്ടി അമ്മ ഈ നിമിഷങ്ങളിൽ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് സ്വരമേറ്റി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി കൊടുത്ത് സന്തോഷത്തോടെ ഇരിക്കാം. എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ എന്ന് പറയാമോ? ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമേതി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഈ ദിവസം വചനം ശ്രവിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും കർത്താവിന് മുൻപിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ദിവസം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈശോ വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് ഈ ഒരു വർഷം പ്രത്യാശയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും നയിക്കണം. നമ്മൾ എന്തുമാത്രം ജീവിതത്തിൻ്റെ വഴികളിൽ ഇടറിപ്പോകുന്നവരാണെങ്കിലും, ജീവിതത്തിൻ്റെ വഴികളിൽ പാപബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിലും നമുക്കൊക്കെ ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് ഈശോ മിശിഹ നൽകുന്നത്. പാപമോചനത്തിൻ്റെയും വിടുതലിൻ്റെതുമായിട്ടുള്ളൊരു സന്ദേശമാണ് ഈശോ നൽകുന്നത് എന്ന് പരിശുദ്ധ പിതാവ് ഈ ഒരു വർഷം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമെഴുതി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ പ്രത്യാശയുടെ ജീവിതം നയിച്ച മറ്റൊരു വ്യക്തിയുമില്ല. പരിശുദ്ധ അമ്മയെ പോലെ പ്രത്യാശയുടെ ഒരു ജീവിതം നയിച്ച മറ്റൊരു വ്യക്തിയെ പോലും തിരുവചനങ്ങളിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാരണം ജീവിതത്തിൻ്റെ വഴികളെ നോക്കിയാൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യാശിക്കാനായിട്ട് യാതൊന്നുമില്ല. അമ്മയുടെ മടിത്തട്ടിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതം അറിയാം. അമ്മയുടെ വളരെ ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി. 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ട ഒരു പെൺകുട്ടി. അവളുടെ വളർച്ചയിൽ അവളുടെ തുണയായിരിക്കേണ്ട അമ്മ അവളുടെ കൂടെയില്ല. അങ്ങനെ വളർന്നു വരുമ്പോൾ 13 വയസ്സെത്തി കഴിഞ്ഞപ്പോൾ വിവാഹപ്രായമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവളെ വിവാഹം നിശ്ചയിക്കുകയാണ്.
വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ ഇവളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ ഗർഭിണിയാണ്, പരിശുദ്ധാത്മാവിനാല് നീ ഗർഭിണിയാകും. അങ്ങനെ പരിശുദ്ധ അമ്മ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹിതയാകുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. അങ്ങനെ പരിശുദ്ധ അമ്മ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട അവസ്ഥ. തുടർന്ന് അമ്മയുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടല്, യവസേ പിതാവ് അമ്മയെ സ്വീകരിക്കുകയും തുടർന്ന് കുഞ്ഞ് പിറക്കുകയും കുഞ്ഞ് പിറന്നതിന് ശേഷം അവൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും, ഈ കുഞ്ഞിന്റെ വളർച്ചയുടെ കാലഘട്ടത്തില് വളരെ ചെറുപ്പത്തിൽ തന്നെ യവസേ പിതാവിന്റെ മരണം, തുടർന്ന് ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കുമ്പോൾ, ഇവൻ വളർന്നു വരുമ്പോൾ ഏതൊരമ്മയുടെയും ആഗ്രഹമാണ് തൻ്റെ മകനെക്കുറിച്ച്, മക്കളെക്കുറിച്ച് നല്ലത് കേൾക്കുക. ഈ അമ്മ നല്ലതൊന്നും കേൾക്കുന്നില്ല. ഒരു ദിവസം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ നാട്ടുകാർ പറയുന്നത് കേൾക്കുകയാണ്, അവനെ കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അമ്മ ചെന്ന് നോക്കിയപ്പോൾ ചാട്ടവാറടിയേറ്റുകൊണ്ട് കുരിശും വഹിച്ചു പോകുന്ന പ്രിയപുത്രൻ. അവസാനം അവരെ കുരിശിൽ തറയ്ക്കുമ്പോൾ അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. അവിടുന്ന് പിന്നീട് കുരിശിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിച്ചാൽ പ്രത്യാശിക്കാനായിട്ട് എന്താ ഉള്ളത്? ജീവിതം മുഴുവനും സഹനത്തിന്റെയും വേദനയുടെയും കണ്ണുനീരിന്റെയും അവസ്ഥയിലൂടെയല്ലേ ഈ അമ്മയുടെ ജീവിതം കടന്നു പോകുന്നത്. പക്ഷേ ഈ പരിശുദ്ധ അമ്മ ഇത്രമാത്രം വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരനുഭവങ്ങളും ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നെങ്കിലും, സഹനത്തിന്റെ നടുവിൽ ഈ പരിശുദ്ധ അമ്മ നിൽക്കേണ്ടി വരുമ്പോഴും അമ്മ എവിടെയും തളർന്നു പോകുന്നത് നമ്മൾ ആരും കാണുന്നില്ല. അമ്മ പതറിപ്പോകുന്നത് നമ്മൾ ആരും കാണുന്നില്ല. അമ്മ ഇടറിപ്പോകുന്നത് നമ്മൾ ആരും കാണുന്നില്ല. കാരണം അമ്മയുടെ പ്രത്യാശ അത്ര വലുതായിരുന്നു. സ്വരമേറ്റി പറയാമോ? ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അമ്മ ദൈവത്തിൽ അത്രമാത്രം പ്രത്യാശ വെച്ചതുകൊണ്ടാണ് ഈ അമ്മയുടെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ ആഴങ്ങൾ ഉണ്ടായപ്പോഴും ഈ അമ്മ ഇടറിപ്പോകാതെയും പതറിപ്പോകാതെയും നിന്നതിന്റെ കാരണം, ഈ അമ്മയോളം ദൈവത്തിൽ പ്രത്യാശ വെച്ച, പ്രത്യാശയുടെ ഒരു ജീവിതം നയിച്ച മറ്റൊരു വ്യക്തി പോലും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം ദൈവത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യാശ വെക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനകൂടാരത്തിലായിരുന്നു നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നതും ഇതായിരിക്കണം. പ്രത്യാശിക്കാൻ ഒന്നുമില്ലെങ്കിലും ദൈവത്തിൽ പരിപൂർണമായിട്ട് പ്രത്യാശ വെക്കുന്ന ഒരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇന്ന് ഈ ആലയത്തിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ കുറെ നിയോഗങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, കിട്ടുമോ ഇല്ലയോ, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, ഈ ഒരു മനോഭാവത്തോടെ ആയിരിക്കരുത് നിങ്ങൾ തിരിച്ചു പോകേണ്ടത്. ഉപരിയായിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് മടങ്ങിപ്പോകുമ്പോഴും നിങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളില് ഒരു തരി കനലെങ്കിലും ഈ പ്രത്യാശയുടെ, അമ്മ ജീവിച്ച പ്രത്യാശയുടെ ഒരു തരി നിങ്ങളുടെ ഉള്ളിലേക്ക് നേടിയിട്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാനായിട്ട് സാധിച്ചാൽ ഞാൻ പറയും, ഇത് അനുഗ്രഹത്തിന്റെ ദിവസമായിരിക്കും. ഇനി തുടർന്നും നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായിരിക്കും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് സ്വരമേറ്റി പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന തിരുവചന ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒത്തിരിയേറെ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. വചനത്തിൽ നമ്മൾ കാണുകയാണ് കാനായിലെ വിവാഹ വിരുന്ന്. തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കാനായിലെ വിവാഹ വിരുന്നില് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുന്നത് ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അനേകം കാര്യങ്ങളില്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ വിവരിച്ചിട്ടുള്ളത്. ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും എഴുതിയാല് അത് തീർന്നു പോവുകയില്ല. ഇതൊന്നും പോരാ എന്നും യോഹന്നാൻ ശ്ലീഹ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അനേകം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ച ഈ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ യോഹന്നാൻ ശ്ലീഹ എടുത്തു വയ്ക്കുന്നത് ഒരു വിവാഹ വിരുന്ന. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിന്റെ ആരംഭം നമ്മൾ ഈ സുവിശേഷത്തിന് മുമ്പിൽ കാണുകയാണ്. യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കൊണ്ട് പറയും, ഇവനാണ് ലോകത്തെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നവൻ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കാനായിട്ട് വന്നിരിക്കുന്നവൻ ഇവനാണ് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന യോഹന്നാൻ. ഈശോയുടെ ദൗത്യം ഇനിയും ആരംഭിച്ചിട്ടില്ല. ഈശോ തന്റെ ശിഷ്യന്മാരെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ഈശോയെ യോഹന്നാൻ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നു. ഈ ദൗത്യ നിർവഹണത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ പരിശുദ്ധ അമ്മയെ ഒരു വിവാഹ വിരുന്നിൽ നിർത്തിയിട്ട് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, പരിശുദ്ധ അമ്മ ആ കാനായിൽ നടന്ന വിവാഹ വിരുന്നില് ആ കുടുംബത്തില് ഉണ്ടായിരുന്നു എന്ന്. തുടർന്ന് വരുന്ന വചനത്തിൽ നമ്മൾ കേൾക്കുകയാണ്, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തെ നമ്മുടെ മുൻപിലേക്ക് യോഹന്നാൻ ശ്ലീഹ കൊണ്ടുപോയി വച്ചിട്ട് പരിശുദ്ധ അമ്മയെ അവിടെ നിർത്തുകയാണ്. തുടർന്ന് പറയുകയാണ്, ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിന്റെ ആരംഭത്തിൽ തന്നെ, ഞാനത് സൂചിപ്പിച്ചു, അതിന്റെ ആരംഭത്തിൽ തന്നെ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എടുത്തു വെച്ചുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് തന്നെ രക്ഷാകര പ്രവർത്തനത്തിന്റെ ആരംഭം ഈശോ കുറിക്കുന്നത് സുവിശേഷകൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് വേണം രക്ഷയുടെ ആരംഭം കുറിക്കുവാനായിട്ട്. സ്വരമെഴുതി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് വേണം ഒരു നവീകരണം ആരംഭിക്കാനായിട്ട്. രക്ഷാകര പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തിന്മയുടെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന്റെ മേലെ പ്രകാശമായിട്ട് വന്ന ഈശോ ആ ജനത്തെ പാപത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പിശാചിന്റെ സ്വാധീനത്തിൽ നിന്നും ഒരു വിടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭം. അതിനുവേണ്ടി ഈശോ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഇറങ്ങുന്നു നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ രക്ഷാകര പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കൃപയാ, ജീവിതത്തിന്റെ മാറ്റത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കൃപയാ. പ്രിയപ്പെട്ടവരെ, ഇത് ആരംഭിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് ഈശോനാഥൻ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമെഴുതി പറ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമൂഹത്തില് ലോകത്തില് ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ അത് കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്ന് ഈശോനാഥൻ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഒരു പുതു ചൈതന്യം നിറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം തിന്മകളാണ് സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പത്രമാസികൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാശ നൽകുന്ന അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഏതെങ്കിലും ഒരു വാർത്ത നമ്മുടെ മുൻപിലുണ്ടോ? നമ്മൾ TV തുറന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയുണ്ടോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും അപകടങ്ങള്, കൊലപാതകങ്ങള്, മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങള്, തിന്മയുടെ സ്വാധീനത്തിന്റെ അതിപ്രസരം,
ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ മുഴുവനും തല്ലിക്കെടുത്തുന്ന അക്രമങ്ങളുടെയും അനീതികളുടെയും തിന്മയുടെ അതിപ്രസരത്തിൻ്റെതുമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഓരോരുത്തരും വായിക്കുന്നതും കേൾക്കുന്നതും. നമ്മൾ ഓരോരുത്തരും ഭയത്തിലാണ് ശരിക്കും ഇന്ന്. നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ മക്കളെ ഓർത്ത്, നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് ഇന്ന് ഭയത്തിൽ കഴിയുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശിക്കാനായിട്ട് ഈ ലോകത്തിൽ എന്താ ഉള്ളത്? നമുക്ക് പ്രതീക്ഷ വയ്ക്കാനായിട്ട് ഈ ലോകത്തിൽ എന്താ ഉള്ളത്? നമുക്കിന്ന് പ്രത്യാശ വയ്ക്കാനും പ്രതീക്ഷ വയ്ക്കാനും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. ഇതിൻ്റെയൊക്കെ അവസ്ഥയുടെ നടുവിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ആദ്യമേ നമ്മുടെ കുടുംബത്തിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് ഈശോനാഥൻ തിരുവചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. സ്വരമേതി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങളൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് ഉച്ചത്തിലൊന്ന് വിളിച്ചേ. ഈശോയേന്നൊന്ന് വിളിച്ചേ. പോരാ, നന്നായിട്ട് ചങ്ക് പറഞ്ഞൊന്ന് വിളിച്ചേ. ഈശോയേ. ഉച്ചത്തിൽ എല്ലാവരും ചേർന്നൊന്ന് വിളിച്ചേ. ഈശോയേ. ആരാധന. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന്, നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനാ രീതികളിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന് ഈശോനാഥൻ തിരുവചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ഉണ്ടായിരിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുക. അമ്മയെ കൂടാതെ ഒരു പരിവർത്തനം നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഇല്ല. പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിൽ, ഈ തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാ തിരുവചനം പഠിപ്പിക്കുന്നത്. എവിടെയാണോ പ്രശ്നമുണ്ടായത്, ഏത് വീട്ടിലാണോ പ്രതിസന്ധി ഉണ്ടായത്, അവിടെ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുക. കാനായിലെ വിവാഹ വിരുന്നില് വീഞ്ഞു തീർന്നു പോയി. നമുക്കറിയാം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ കല്യാണങ്ങൾക്കൊരു തോരൻ കറിയോ ഒരു ഇറച്ചിക്കറിയോ തീർന്നു പോകുന്ന പോലെയല്ല. ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന്. ആ പെൺകുട്ടി പിന്നെ വിവാഹം കഴിക്കാതെ വിവാഹിതയാകുന്നതിന് മുമ്പ് വിധവയായിട്ട് ജീവിക്കണം. അത്രമാത്രം ആ കുടുംബം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ നിൽക്കുന്ന ആ അവസ്ഥയുടെ നടുവില് പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ കുടുംബത്തിലും പലതും തീർന്നു പോകുന്ന അവസ്ഥകളുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്താക്കൾ തമ്മിൽ ബന്ധത്തിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥകള്, മക്കള് മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകള്, മക്കള് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, സ്നേഹമില്ലാതെ പെരുമാറുന്ന അവസ്ഥകള്, കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധികള്, കുടുംബത്തിൽ രോഗത്തിൻ്റെതായ പ്രശ്നങ്ങള്, ഇങ്ങനെ കുടുംബത്തിൽ പലതും ഇല്ലാതെ പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകള് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ പരിശോധിച്ചാല്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിശോധിച്ചാല് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നത്. കുറവില്ലാതെ സന്തോഷത്തിന്റെ നിറവില് എല്ലാം പൂർണ്ണമായതുകൊണ്ട് ഇവിടെ ആരും ഇരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ എല്ലാം പൂർണ്ണമായെങ്കിൽ നിങ്ങൾ ആരും തന്നെ ഇവിടേക്ക് വരികയില്ല. കാരണം ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്നത് മുഴുവനും കുറവുകളുള്ളവരും ബലഹീനതയുള്ളവരുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഇവിടെ കുറവോട് കൂടി ഇരിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ആ കുറവിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുണ്ടായിരിക്കണമെന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറ ഹല്ലേലൂയാ. നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മുഴുവനും എവിടെയാണോ നമുക്ക് ആവശ്യമുള്ളത് അവിടെ പരിശുദ്ധ അമ്മ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു വിടുതൽ നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നും
തിരുവചനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. എവിടെയാണോ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ രോഗമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കടബാധ്യതകളിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ പഠനങ്ങളിലായിരിക്കാം, എവിടെയാണോ നമുക്ക് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും ആവശ്യമുള്ളത്, ഒരു വിടുതൽ ലഭിക്കേണ്ടത്, അവിടെ പരിശുദ്ധ അമ്മയെ നിർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അവിടെ അമ്മയെ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം. നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുണ്ടായിരിക്കും, നമ്മുടെ അധ്വാനങ്ങളിൽ പരിശുദ്ധ അമ്മയുണ്ടായിരിക്കും, നമ്മുടെ മക്കളുടെ പഠനങ്ങളിൽ പരിശുദ്ധ അമ്മയുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിന്റെ രോഗങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും നിൽക്കണം. അമ്മയെ കൂടാതെ എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾക്കോ നിങ്ങളുടെ കുടുംബങ്ങൾക്കോ രക്ഷയില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമേറ്റി പറ ഹല്ലേലൂയാ. ഉച്ചത്തി പറ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു രക്ഷയുടെ അനുഭവം ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, അമ്മയെ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ കൂട്ടുപിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിരന്തരമായിട്ട് അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. വീണ്ടും തിരുവചന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ആ കുടുംബത്തില് വീഞ്ഞ് തീർന്നു പോയി എന്നറിയുന്ന പരിശുദ്ധ അമ്മ ഈശോയോട് അരികിൽ ചെന്നിട്ട് പറയുകയാണ്, മോനെ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. ആ കുടുംബത്തിന്റെ വീഞ്ഞ് തീർന്നു പോയി എന്ന് അമ്മ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തില് ആരും അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുള്ളവരിൽ ആരും അറിയാതെ പോകുന്ന ഒരു നൊമ്പരമാണ് ഈ കുടുംബത്തിന്റെ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ള നൊമ്പരം. പരിശുദ്ധ അമ്മ അത് അറിഞ്ഞു എന്നുള്ളതാ. നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മയെ നിർത്തണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ പോലും അറിയാതെ പോകുന്ന നമ്മുടെ നൊമ്പരങ്ങള് അമ്മ അറിയുകയും അമ്മ അത് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അമ്മ ഈശോയുടെ അരികിൽ ചെന്നിട്ട് പറയാണ്, മകനെ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർത്തു നോക്കണം, അമ്മ എന്ത് കണ്ടിട്ടാ ഈശോയുടെ അരികിൽ ചെന്ന് അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുന്നത്? അതിനു മുമ്പ് ഈശോ ഒരു അത്ഭുതവും പ്രവർത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈശോ ഒരു ഒറ്റ അത്ഭുതം പോലും ഈ കാനായിലെ വിവാഹ വിരുന്ന് നടക്കുന്നതിന് മുമ്പ് പ്രവർത്തിച്ചതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. എന്നിട്ടും ഈ പരിശുദ്ധ അമ്മ ഈ മകന്റെ അരികിൽ ചെന്ന് നിന്നിട്ട് പറയാണ്, ഇവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലൂക്കാസ് വിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം തന്റെ ദൂതനെ മറിയത്തിന്റെ അരികിലേക്ക് അയച്ചുകൊണ്ട്, നീ പരിശുദ്ധാത്മാവിനാല് ഗർഭിണിയാകുമെന്ന് പറയുക. ഉടനെ തന്നെ മറിയം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിന് ദൂതൻ പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഉടനെ തന്നെ മറിയം വീണ്ടും ഒരു സംശയത്തോടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. ആ സംശയം പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞിട്ട് മാത്രം ആ സംശയം കൊണ്ട് മാറുന്നില്ല. അവസാനം നമ്മൾ കാണുകയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നുള്ള ഒരു ഒറ്റ വചനം ദൈവത്തിന് ദൂതൻ മറിയത്തോട് പറയുന്ന നിമിഷം മറിയം ആമീൻ പറയാം, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുകയാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള ഒരൊറ്റ വാക്ക് മറിയത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറിയപ്പോൾ മറിയം പറയാണ്, നീ അരുളി ചെയ്ത കാര്യങ്ങൾ എന്നിൽ നിറവേറട്ടെ, വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അമ്മ ആ വചനത്തെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുക. ഈ അമ്മയുടെ ഉള്ളിൽ കിടന്ന വചനം ഇതാ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള വചനം. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ ഈ കാനായിലെ വിവാഹ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് മറ്റൊരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അമ്മയുടെ ചങ്കിൽ കിടന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള വചനം. ഈ ഒരു വചനം ഉള്ളിൽ കിടന്നത് കൊണ്ടാണ് അമ്മ
തൻ്റെ പുത്രന്റെ അരികിൽ ചെന്നിട്ട് പറയുന്നത് അവരുടെ വീഞ്ഞ് തീർന്നു പോയെന്ന്. പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്കറിയാം തൻ്റെ പുത്രൻ എന്ന് പറയുന്നത്, തൻ്റെ അരികിൽ നിൽക്കുന്നവൻ അത് ദൈവത്തിന്റെ പുത്രനാ. ദൈവത്തിന്റെ പുത്രൻ ഒന്നും അസാധ്യമല്ലെന്നുള്ള ആ ഉറച്ച ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അതുവരെ ഈശോ അത്ഭുതങ്ങൾ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ഈ ഈശോയുടെ അരികിൽ ചെന്നിട്ട് അവരുടെ വീഞ്ഞ് തീർന്നു പോയെന്ന് പറയാനായിട്ട് അമ്മയെ പ്രേരിപ്പിച്ചത്. സ്വരമെഴുതി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു വിശ്വാസമാ. പരിശുദ്ധ അമ്മ എന്നെയും നിങ്ങളെയും ഇന്ന് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അമ്മയ്ക്കുണ്ടായിരുന്ന ഈ ഒരു വിശ്വാസമാണ്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള ഒരു വചനം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എലിസബത്ത് പ്രഘോഷിക്കുന്നുണ്ട്, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായി തീർന്നത് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അമ്മ വിശ്വസിച്ചത് കൊണ്ടാണ്. സ്വരമെഴുതി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ബോധ്യം എന്തായിരുന്നെന്നറിയാവോ? ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നുള്ള ബോധ്യം. ദൈവത്തിനെല്ലാം സാധ്യമാണെന്നുള്ള ബോധ്യം. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നുള്ള ബോധ്യമായിരുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മളിത് കയറ്റണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രശ്നം നമ്മളൊന്ന് എടുത്തു നോക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം അത് ഒരുപക്ഷെ നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും നീങ്ങിപ്പോകില്ല, അല്ലെങ്കിൽ ആർക്കും അത് എടുത്തു മാറ്റാനായിട്ട് സാധിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നമായിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ കുടുംബത്തിലെ നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അത് ഒരുപക്ഷെ നമുക്കൊന്നും സാധിക്കാത്ത, ജീവിതത്തിൽ മരണം വരെ മാറിപ്പോകില്ല എന്ന് നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്. പരിശുദ്ധ അമ്മ ഈശോയുടെ മുമ്പിലെ ഈ കാനായിലെ വിവാഹ വിരുന്നിൽ നിന്നതും ഇതുപോലെയല്ലേ? വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വീഞ്ഞ് വീണ്ടും ഉണ്ടായത് ഒരിടത്തും അമ്മ കേട്ടിട്ടില്ല. സാധ്യമായ ഒരു കാര്യമല്ല അവിടെ നടക്കുന്നത്. കാരണം യഹൂദ പാരമ്പര്യം, വീഞ്ഞെന്ന് പറയുന്നത് വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അത്രമാത്രം ഒരുക്കത്തോടെ ഉണ്ടാക്കുന്ന ഒന്നാ ഈ വീഞ്ഞെന്ന് പറയുന്നത്. അതൊരിക്കലും വീണ്ടും അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, ഈ അമ്മ നിന്നതുപോലെയാണോ നമ്മൾ ഓരോരുത്തരും ഇന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രശ്നം അത് എത്ര വലുതാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. എത്ര വലുതാണെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഈ ഒരു ബോധ്യം, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിക്കുന്ന മക്കള്, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം ഇന്നിത് എനിക്ക് സാധ്യമാക്കി തരുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഉറപ്പില് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമുക്കൊക്കെ നഷ്ടമായി പോകുന്ന ഒരു കാര്യമായി ഈ ഒരു വിശ്വാസം. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മളൊക്കെ തളരുക. നമ്മുടെ മക്കളുടെ ജീവിതത്തിന് ചില പ്രതിസന്ധികൾ ഉണ്ടായാല്, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാല്, നമ്മുടെ ജോലിയിലോ ബിസിനസ്സിലോ മറ്റേതെങ്കിലും മേഖലകളിലോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായാല് ജീവിതം തളർന്നു പോകുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ഈ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ഈ ഒരു വിശ്വാസം അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കയറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു വിശ്വാസത്തിന്റെ തരിയുമായിട്ടാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ കുറിച്ചു വെച്ചോ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ കുടുംബത്തില്
എന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെട്ടിരിക്കും. ആ പ്രശ്നങ്ങളെ ദൈവം എടുത്തു മാറ്റിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറ ഹല്ലേലൂയാ. ദൈവം പറയുന്നതെല്ലാം നടക്കുമെന്ന് ചങ്കിൽ ഉറപ്പിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവവചനത്തിലൂടെ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ അങ്ങോട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച ദൈവത്തിന് ഇടപെടാതിരിക്കാനായിട്ട് പറ്റുകയില്ല. ദൈവം ഇടപെട്ടിരിക്കും. ഇവിടെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് എന്താ? തുടർന്ന് വരുന്ന വചനത്തിൽ പറയുകയാണ്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന് ഈശോ പറയുക. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പരിശുദ്ധ അമ്മയോട് ഈശോ പറയുന്നത് നമ്മളിവിടെ കാണുക. സമയമാകാതിരുന്നിട്ട് കൂടെ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഒരൊറ്റ ബോധ്യം കൊണ്ടാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്തു വച്ചിട്ട് ആ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പറയണം, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല, എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ്, എൻ്റെ ദൈവത്തിന്റെ ശക്തി ഈ പ്രശ്നങ്ങൾക്കും ഉപരിയാണെന്ന് ഒറ്റ വാക്ക് ചങ്കിലെന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ തന്നെ ദൈവം അവിടെ ഇടപെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. ഉച്ചത്തി പറ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നില്ലേ, അബ്രാഹം, ഒന്നും പ്രത്യാശിക്കാനില്ലാതിരുന്ന അബ്രാഹം, സ്വന്തമായിട്ട് കുഞ്ഞുപോലും ഇല്ലാതിരുന്നവൻ, ഒരു ദിവസം ദൈവം അവന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അബ്രാഹം, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരും, നീ പുറത്തേക്ക് ഇറങ്ങി വന്നേ, നീ നിലത്തേക്ക് നോക്കിക്കേ, ഈ മണൽത്തരി പോലെ, ഈ നിലത്ത് കിടക്കുന്ന മണൽത്തരി പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ നൽകും. നീ ആകാശത്തേക്ക് നോക്കിക്കേ, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ മക്കളെ ഞാൻ പെരുപ്പിക്കും. ഇതൊക്കെ കേട്ടപ്പോൾ അകത്തു നിന്നൊരാള് ചിരിച്ചു, അബ്രാഹത്തിന്റെ ഭാര്യ. പക്ഷെ അബ്രാഹം ഇത് ഉള്ളിലേക്ക് സ്വീകരിക്കുക. അബ്രാഹം ദൈവം അരുളി ചെയ്ത കാര്യങ്ങള് നെഞ്ചിലേക്ക് അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിന് മണൽത്തരി പോലെ സന്താനങ്ങൾ ഉണ്ടായില്ലേ? 100 വയസ്സ് കഴിഞ്ഞപ്പോഴാണെങ്കിലും അവന് സന്താനങ്ങൾ. നമ്മൾ ഓരോരുത്തരും അബ്രാഹത്തിന്റെ മക്കളാ. മണൽത്തരി പോലെ കിടക്കുകയല്ലേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണിത്തീർക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഈ വചനം ഉള്ളിലേക്ക് സ്വീകരിച്ച, നമ്മുടെ പ്രശ്നം എടുത്തു വെച്ചിട്ട് ആ പ്രശ്നങ്ങൾക്ക് മുമ്പരിയാണ് എൻ്റെ ദൈവം, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് ആ പ്രശ്നങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും അത്ഭുതങ്ങള്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സുരമേറ്റി പറ ഹല്ലേലൂയാ. വലതീരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അനുഭവങ്ങൾ പറയാതെ, ഞാൻ അച്ഛനിവിടെ സൂചിപ്പിക്കേണ്ട, ഞാൻ മലയാറ്റൂര്, അങ്കമാലിക്കടുത്ത് മലയാറ്റൂരിൻ്റെ അടുത്ത് ഇല്ലിത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ധ്യാനകേന്ദ്രം, ദർശന ധ്യാനകേന്ദ്രം. ആ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ വന്നിട്ട് 7 മാസത്തോളമായി ആയിട്ടുള്ളൂ. അതിനു മുമ്പ് 10-13 വർഷക്കാലം ഞാൻ ബാംഗ്ലൂരുള്ള ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ ഞങ്ങൾക്കൊരു ഹോളുണ്ട്, ഇത്രയും വലുതൊന്നുമല്ല, ചെറുത് ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ മുറിയിൽ നിന്നിറങ്ങി ചാപ്പലിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ 5 മണി സമയം ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ കാല് തെന്നി. ഇട്ടിരിക്കുന്ന ടൈലിൽ ചെറിയ വെള്ളത്തിൻ്റെ തരി ഉണ്ടെങ്കിൽ തെന്നുന്ന ഒരു ടൈലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാല് തെന്നി. അപ്പം ഞാൻ ഓർത്ത്, എവിടുന്നാണ് ഈ വെള്ളം കിടക്കുന്നത്? ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ലൈനായിട്ട് ഇങ്ങനെ വെള്ളം കിടക്കുക, വെള്ളത്തിൻ്റെ തരി ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ഇത് എന്താണെന്നൊന്ന് മുകളിൽ നോക്കിയപ്പോൾ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുക. അതായത് ഈ മഞ്ഞ് പെയ്തിട്ട് അതിൻ്റെ മുകളിൽ കിടന്നിട്ട് ഈ മഞ്ഞിൻ്റെ വെള്ളം മുഴുവനും ഇങ്ങനെ താഴേക്ക് ചാടുക. അപ്പം ഞാൻ അത് കഴിഞ്ഞ ശേഷം ഇത് നോക്കിയിട്ട് ഞാൻ ചാപ്പലിലേക്ക് കയറി ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ഞാൻ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, നാളെ മുതൽ ധ്യാനം ആരംഭിക്കുകയാണ്. ധ്യാനം ആരംഭിച്ചു കഴിയുമ്പോൾ രാവിലെ 5:30 മുതൽ ശുശ്രൂഷ ആരംഭിക്കും. ദൈവമേ, ഈ 5:30 ശുശ്രൂഷ ആരംഭിച്ചു കഴിയുമ്പോൾ ഈ ആളുകളുടെ മേത്ത് മുഴുവനും ഈ വെള്ളം വീഴും, കസേരയിൽ മുഴുവൻ വെള്ളം വീഴും, നിലത്ത് മനുഷ്യൻ നടന്നു കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ടല്ലോ. ആകെപ്പാടെ പ്രശ്നമായല്ലോ, എന്ത് ചെയ്യും എന്ന് കരുതി ഈശോയുടെ മുമ്പിൽ ഞാൻ ഇരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, കർത്താവെ, നീ ഒരു അത്ഭുതം ഇവിടെ പ്രവർത്തിക്കണം, ഒരത്ഭുതം ഇവിടെ പ്രവർത്തിക്കണം. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റു. പിറ്റേ ദിവസം
ഉച്ചയ്ക്കാണ് ധ്യാനം തുടങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ചെന്നപ്പോഴും ഈ വെള്ളം അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ഉച്ചയ്ക്ക് ധ്യാനം തുടങ്ങി ഈ രാത്രിയിൽ ഞാൻ എൻ്റെ മുറിയിലേക്ക് കയറുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു ആകുലത. ധ്യാനം അന്നത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് മുറി കയറി രാത്രി 10-11 മണിക്ക് ഞാൻ എൻ്റെ മുറി കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആകുലത ഇതാ: ദൈവമേ, നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ മൊത്തം വെള്ളമായിരിക്കുമല്ലോ, എന്ത് ചെയ്യും? ഞാൻ ഉടനെ തന്നെ ശുശ്രൂഷകരെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ തന്നെ 5 മണിക്ക് ചെന്ന് കസേരയൊക്കെ തുടച്ചിടണം, നിലമൊക്കെ തുടച്ചിട്ട് എല്ലാം വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. വീണ്ടും വെള്ളം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ശുശ്രൂഷ ചോദിച്ചപ്പോൾ സാരമില്ല, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു മാത്രം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ട് അത്ഭുതം. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 4:15 കഴിഞ്ഞപ്പോൾ ഈ വെള്ളം തുടയ്ക്കാനായിട്ട് ശുശ്രൂഷകരോടെ പോയേക്കാന്ന് കരുതി ഞാൻ പെട്ടെന്ന് ഹോളിൻ്റെ ഉള്ളിലേക്ക്, ചാപ്പലിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുക. ഞാൻ കണ്ട അത്ഭുതം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു തുള്ളി വെള്ളമില്ല അവിടെ, ഒരു തുള്ളി വെള്ളമില്ല അവിടെ. പറഞ്ഞേ ഹല്ലേലൂയ. 3 ദിവസമാണ് അവിടെ ധ്യാനമുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ചാൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ധ്യാനം തീരും. ആ 3 ദിവസവും ഒരു തുള്ളി വെള്ളം പോലും ആ ഹോളിൽ വീണില്ല. അതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ധ്യാനം കഴിഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ ചെല്ലുമ്പോൾ ഈ വെള്ളം ഇതുപോലെ കിടക്കുന്നുണ്ട്. ഈ ധ്യാനം നടന്ന 3 ദിവസങ്ങളിൽ അവിടെ വെള്ളമില്ല. ധ്യാനം കഴിഞ്ഞു പിറ്റേ ദിവസം മുതൽ പതിവ് പോലെ അവിടെ വെള്ളമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് സ്വരമെഴുതി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിച്ചാലുണ്ടല്ലോ, നമ്മുടെ ഉള്ളില് ഇത് ദൈവം പ്രവർത്തിച്ചിരിക്കും, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള വിശ്വാസത്താൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഉറപ്പാണ് ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കും. ഈ ഒരു വിശ്വാസം, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെഴുതി പറ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോഹയെ ദൈവം വിളിച്ചിട്ട് പറയുന്നുണ്ട്, മലയുടെ മുകളില് ഒരു കപ്പലുണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇത് കേട്ടപ്പോൾ ചിരിച്ചു. പക്ഷെ നോഹ പോയി മലയുടെ മുകളിൽ പോയി പെട്ടകം ഉണ്ടാക്കിയ, ഒരു കപ്പലുണ്ടാക്കിയ. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എല്ലാം പോയപ്പോഴും നോഹയും പ്രിയപ്പെട്ടവരും മാത്രം സുരക്ഷിതരായിരുന്നു. ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപടി അങ്ങോട്ട് ഉള്ളിലേക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിലുണ്ട്, ദൈവവചനത്തിലൂടെ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും വിശ്വസിച്ചാല് ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ നോക്കി ചിരിച്ചു എന്ന് വരും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവർ ഇങ്ങനെ ശുശ്രൂഷകൾക്കൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, അയൽവക്കക്കാർ നിന്നെ കുറ്റപ്പെടുത്തി എന്ന് വരും. എന്തിനു വേണ്ടിയിട്ട്, എങ്ങോട്ടായി പോകുന്നതെന്ന് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് ധ്യാന കേന്ദ്രത്തിൽ വന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞ, അച്ഛാ, കെട്ടിയവും വിടുകയല്ല. ഈ ചേച്ചി ആശുപത്രി പോവാന്ന് പറഞ്ഞാണ് വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്നത്. കെട്ടിയവും വിടുകയല്ല, എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നാ ചോദിക്കുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ കളിയാക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നമ്മുടെ കൂടുതലുള്ളവർ നോക്കി കളിയാക്കിയെന്ന് വരും, ചിരിച്ചു എന്ന് വരും. പക്ഷേ നിന്റെ ഉള്ളിൽ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ചിരിയെ പോലും മാറ്റാനായിട്ട് പറ്റുമെന്ന് നീ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. മോശയോട് ദൈവം പറയുന്നുണ്ട്, ചെങ്കടലിന്റെ അരികിൽ ചെന്ന് മോശ ഈ ജനവുമായിട്ട് നിൽക്കുമ്പോൾ ചെങ്കടൽ തടസ്സമായിട്ട് വരിക. അപ്പോ ദൈവം പറയാണ്, നീ ഒരു വടിയെടുക്കുക. വടിയെടുക്കാനായിട്ട് മോശ പറഞ്ഞ് വടിയെടുത്ത് കൈ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മോശയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പാമ്പായിട്ട് മാറി എന്നാ പറയാം. അത് നിലത്തേക്കിട്ടു, പാമ്പായിട്ട് മാറി. വീണ്ടും മോശ പേടിച്ച് വിശ്വാസം കൊണ്ടെടുത്ത് ആ വടി കൊണ്ട് ദൈവം പറഞ്ഞതുപോലെ അടിച്ചപ്പോൾ വെള്ളം രണ്ടായിട്ട് മാറിയെന്ന. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് അപകടമുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ബലിയർപ്പണങ്ങൾക്ക് പിന്നില്, നമ്മുടെയൊക്കെ ജപമാല പ്രാർത്ഥനയ്ക്ക് പിന്നിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അത് ഈ വിശ്വാസമില്ലാതെ, ഈ ഒരു വിശ്വാസം, ഞാൻ അർപ്പിക്കുന്ന ഈ ബലിയിലൂടെ
എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസമില്ലാതെ ബലിയർപ്പിച്ചാൽ പ്രശ്നമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു നിയോഗം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, എൻ്റെ ദൈവം ഈ നിയോഗം എനിക്ക് സാധിച്ചതിന് എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ബോധ്യത്തോടെ അല്ല നീ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, കിട്ടിയാ കിട്ടട്ടെ, പോന്നാ പോരട്ടെ, ഈ ഒരു ചിന്തയോടെയാണ് നീ ബലിയർപ്പിക്കുന്നതെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, വചനം വായിക്കുന്നതെങ്കിൽ, ജപമാല ചൊല്ലുന്നതെങ്കിൽ, അപകടങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് മറന്നുപോയിക്കരുത്. മോശ വടിയെടുത്തപ്പോൾ അത് വിശ്വാസമില്ലാതെ ഇട്ടപ്പോൾ പാമ്പായിട്ട് മാറിയതുപോലെ നമുക്കെതിരെ നമ്മുടെ പ്രാർത്ഥനകൾ പോലും വരുമെന്നും, ഈ ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ നമുക്കെതിരെ നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഉയർന്നു വരുമെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകരം നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിനെല്ലാം സാധ്യമാണെന്നുള്ള വലിയ ബോധ്യമായിരുന്നു. 2, കാത്തിരിക്കാനുള്ള കഴിവാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാത്തിരിക്കാനുള്ള കഴിവാണ് വിശ്വാസം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, വീഞ്ഞില്ല. ഉടനെ തന്നെ ഈ ഈശോ മറിയത്തോട് പറയുകയാണ്, എനിക്കും നിനക്കും എന്ത്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല ഈശോയിൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയത്. പക്ഷെ എന്നിട്ടും അമ്മ പറയാ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കാനുള്ള കഴിവ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളൊരു നിയോഗം ദൈവത്തിന് മുമ്പിൽ ഇന്ന് കൊടുത്താൽ ഇപ്പൊ കിട്ടണം. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന പോലെയാണ് നമുക്ക്. നമ്മളൊരു നിയോഗം, ഒരു പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കൊടുത്ത അപ്പം കിട്ടിയിരിക്കണം. നമുക്ക് ഇൻസ്റ്റന്റ് പോലെയാ, ഇൻസ്റ്റന്റ് ഹീലിംഗ് എന്നൊക്കെ ഇപ്പൊ ചിലർ പറയുന്നത്, അപ്പോൾ കിട്ടിയിരിക്കണം. ഇതാണ് നമ്മുടെ പിടിവാശി. നമ്മൾ വരച്ചിട്ടുള്ള ഒരു വരയുണ്ട്, ആ വരയ്ക്കുള്ളിൽ നമ്മൾ ദൈവത്തെ നിർത്താനായിട്ട് പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വരച്ച വരയിലല്ല ദൈവത്തെ നമ്മൾ നിർത്തേണ്ടത്. ദൈവം വരച്ചിരിക്കുന്ന വരയിലൂടെ നമ്മൾ പോണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുകയുള്ളൂവെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ വരയിലേക്ക് ദൈവത്തെ കൊണ്ടുവരരുത്, അത് അപകടമാണ്. നമ്മൾ മറന്നു പോകരുത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമയത്തി പറ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കാത്തിരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് എങ്കിൽ ഉറപ്പാണ് നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവം നമുക്ക് സാധിച്ചു തരും. അബ്രാഹാം വാഗ്ദാനം കിട്ടുന്ന 70-ാമത്തെ വയസ്സിലാണെന്നാ പറയുക. അവന് കുഞ്ഞിനെ കിട്ടിയത് 100-ാമത്തെ വയസ്സിലാണ്. എത്ര വർഷം അബ്രാഹാം കാത്തിരുന്നു. തോമാസ് ലീഹ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ശിഷ്യന്മാര്, ബാക്കിയുള്ളവർ പറയും, കർത്താവ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമസ് ദൈവത്തെ, ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനാ. പക്ഷെ അവന് ഈശോയെ കാണാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ വരണം, മുറിവ് കാണിക്കണം, ഞാനതിൽ തൊട്ടു നോക്കണം, എങ്കിലും ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കർത്താവ് ഈശോ മിശിഹ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴും കാണാനായിട്ട് തോമസ് ലീഹായ്ക്ക് പറ്റിയില്ല. പക്ഷെ അവന്റെ മുൻപിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴോ അവനോട് ഈശോ പറയാ, തോമസ് നീ വാ, എൻ്റെ മുറിവ് കാണ്, നിന്റെ കൈവിരൽ ഇവിടെ കൊണ്ടുവന്നിട്. പ്രിയപ്പെട്ടവർ, ബാക്കി ആരോടെങ്കിലും, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോമാസ് ലീഹായ്ക്ക് വേണ്ടി ഈശോ പ്രത്യക്ഷപ്പെടുക. കാത്തിരിക്കാനായിട്ട് തയ്യാറാണെങ്കിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു നിയോഗം സമർപ്പിച്ചിട്ട് അത് കർത്താവിന്റെ സമയത്തിൽ എനിക്ക് സാധിച്ചു തരട്ടെ, അതെപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണോ അതെന്നിൽ നിറവേറട്ടെ എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ കാത്തിരിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ, ഞാൻ പറയും, ദൈവം നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. ദൈവം നമ്മുടെ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടും. നമ്മുടെ ജീവിതത്തിന് മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടും. നമ്മുടെ അധ്വാനങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടും. നമ്മുടെ മക്കളുടെ പഠനങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായി തന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരും. അത് ഉറപ്പാത്. പക്ഷെ ഈ കാത്തിരിക്കാനുള്ള മനസ്സ് പലപ്പോഴും നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ നിയോഗങ്ങൾ അങ്ങനെ സാധിച്ചു കിട്ടാതെ അവിടെ കിടക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ. ഒന്ന് ഉച്ചത്തിൽ എല്ലാവരും നല്ല സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ സ്വരമുയർത്തി പറഞ്ഞേ. കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവർ.
ഇന്ന് ശരിക്കും ക്രിസ്ത്യാനികളെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഗതികിട്ടാപ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിയുന്ന ഒരു സമൂഹമായിട്ട് ക്രൈസ്തവർ മാറുന്നില്ലേ എന്ന് നമ്മളിന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു നോക്കുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏകദേശം 350-ലധികം ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഒരു ധ്യാനകേന്ദ്രം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ധ്യാനകേന്ദ്രം, അവിടുന്ന് അങ്ങോട്ട് ഓരോ ധ്യാനകേന്ദ്രങ്ങളും കയറി ഇറങ്ങി നടക്കുക. മലയാറ്റൂർ മല ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്കൊക്കെ കയറാൻ പോകും. ഈ മലയാറ്റൂർ മല കയറാൻ എന്തുമാത്രം ജനങ്ങളാണ് വരുന്നത്. ഇനി എവിടെയൊക്കെ മല ഉണ്ടോ അവിടെയൊക്കെ പോയി കയറും. ഇനി ഒരിടത്ത് പോകുന്ന എന്തിനാ, ഒരിടത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്തുനിന്നിടത്ത് കിട്ടട്ടെ. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായിട്ട് നമ്മൾ മാറുക. ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. അലഞ്ഞു തിരിയേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോരുത്തരും സുസ്ഥിരപ്പെടേണ്ട ഒരു കാലഘട്ടമാ. പഴയ നിയമത്തിലാണ് ഈ അലഞ്ഞു തിരിച്ചിലിന്റെ കാലഘട്ടം. ഇന്ന് നമ്മൾ സുസ്ഥിരപ്പെട്ട് നിൽക്കേണ്ട, ഒരിടത്ത് ഉറച്ചു നിൽക്കേണ്ട കാലഘട്ടമായത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഗതി കിട്ടാതെ അലഞ്ഞു തിരിയേണ്ട കാര്യമില്ല. കാത്തിരിക്കാനായിട്ടൊന്ന് തയ്യാറാമതി മതി. ഇന്നിവിടെ ഒരു നിയോഗം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നോ നാളെയോ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തുള്ള ധ്യാന കേന്ദ്രത്തിലേക്ക് അല്ല നിങ്ങൾ ഓടേണ്ടത്, അതിന് കാത്തിരിക്കണമെന്നേ. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന നിയോഗം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ കാത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് അനുഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ. കരങ്ങളിൽ നിന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസം എന്നാൽ കാത്തിരിക്കാനുള്ള തയ്യാറെടുപ്പാണ്, അല്ലെങ്കിൽ കഴിവാണ് വിശ്വാസം എന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമീതി പറ ഹല്ലേലൂയാ. ദൈവത്തിന്റെ ദൂതൻ മറിയത്തിന്റെ അരികിലേക്ക് വന്നിട്ട് മറിയത്തോട് പറയുന്നത്, കർത്താവ് നിന്നോട് കൂടെ. ലൂക്കാസ് വിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവചനം നമ്മൾ കാണുന്ന കർത്താവ് നിന്നോട് കൂടെ. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു ബോധ്യം, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ അമ്മ ഈശോയുടെ അരികിൽ ചെന്നിട്ട് വീഞ്ഞ് തീർന്നു പോയി എന്ന് അവരോട് പറയുന്നത്. സ്വരമേതി പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായി. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാനൊരു കാര്യം ചെയ്താല്, ഞാൻ ജോലി ചെയ്താല്, ഞാൻ പരീക്ഷ എഴുതുമ്പോൾ, ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ, എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ബോധ്യം ഇതാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം നമുക്കെല്ലാം സാധ്യമാക്കി തരും. ഈ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. ഞാൻ നിരന്തരമായിട്ട് ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ തിരിച്ചറിഞ്ഞുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. കൂടെ നടക്കുന്നവനാണ് നമ്മുടെ ദൈവം. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ നടന്ന ദൈവം എൻ്റെയും നിങ്ങളുടെയും കൂടെ നടക്കും. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ദൈവം കൂടെ വരും. നിങ്ങൾ അധ്വാനിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനത്തിൽ കാണുന്നത്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്? വചനം പഠിപ്പിക്കുക, നമ്മളോട് ചോദിക്കുക. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അധ്വാനിക്കും. കാരണം ദൈവം അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു ചെറിയൊരു കാര്യം കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, ഇന്നലെയല്ല മിനിയാന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോടെ ഞാൻ നിർത്തുക. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം മിനിയാന്ന്
ദിവികാരുടെ ചാപ്പലിരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വരുന്ന ശനിയാഴ്ച മുതൽ പുതിയ ശുശ്രൂഷ, 2-ാം ശനിയാഴ്ച ഒരു കൺവെൻഷൻ, എല്ലാ 2-ാം ശനിയാഴ്ചയിൽ ഒരു കൺവെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിക്കുക. അപ്പം അതിനുവേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, ദിവികാനന്ദത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഈ ചിന്തയൊക്കെ വരുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഒരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കരുതുക. ഞാൻ ചെറുതായിരിക്കാം അപ്പം അത്, എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടം. എൻ്റെ വീട് ഹൈ റേഞ്ചില്ല, ഇടുക്കിയിലാണ്. ചക്കയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ചുമ്മാ എൻ്റെ മനസ്സിലേക്ക് ഒരു ചക്ക കിട്ടിയായിരുന്നു തിന്നാൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈൽ അടിക്കുക. ഇപ്പം ഞാൻ പെട്ടെന്ന് മൊബൈലെടുത്ത് ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങി. അവിടുന്ന് അടുത്ത് തന്നെയുള്ള ഒരു ചേട്ടൻ എന്നോട് ചോദിക്കുക, അച്ഛാ ചക്ക ഇഷ്ടമാണോ? ഞാൻ നുണ പറയുന്നതല്ല, കർത്താവിൻ്റെ അൾത്താര ഇതുകൊണ്ട് ഞാൻ പറയും. ഈ ചേട്ടൻ, ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കോള് വരുവാണ്. ഞാൻ ഈ കോളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നോട് ചോദിക്കുക, അച്ഛന്മാർക്ക് ചക്ക ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, ചക്ക ഇഷ്ടമാണോന്നോ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ 2 ചക്കയായിട്ട് 1 മണിക്കൂറിനുള്ള ചേട്ടൻ അവിടെ വന്നു. ചെറിയ കാര്യമാണ്, ചെറുതാണ്. നിങ്ങൾ ഓർത്തു നോക്കണം. നമ്മൾ ദൈവത്തെ കണ്ട് കാത്തിരിക്കാൻ തയ്യാർ, ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ തയ്യാറായ, ദൈവത്തെ മാനിക്കാൻ നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവം അറിഞ്ഞിരിക്കും. കാരണം അവൻ കൂടെയുള്ളവനാ. ദൈവം ധാരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിച്ചത് ഞാനല്ല അധ്വാനിച്ചത്, ദൈവം ആ ചേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത കൊടുക്കും, ദൈവം അധ്വാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാ. നമ്മൾ ദൈവത്തെ മാനിക്കാനായിട്ട് തയ്യാറായാൽ, ഈ ഒരു വിശ്വാസം, ദൈവത്തിനെല്ലാം സാധ്യമാണെന്നുള്ള ബോധ്യത്തിന് ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗം സാധിച്ചു കിട്ടുന്നതിന് കാത്തിരിക്കാനായിട്ട് തയ്യാറായാൽ, ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കും. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. സ്വരമീതി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തെ നോക്കി പറയുന്ന മറ്റൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിൽ ഈ ബോധ്യം ഉണ്ടായിരിക്കണം. ഏതൊരു പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈ പ്രശ്നങ്ങൾക്കും ഉപരിയാണ് എൻ്റെ ദൈവമെന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാവണം. ദൈവം കൂടെയുണ്ട് എന്ന്, കൂടെയുള്ള ദൈവം കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം നമ്മുടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ചേ. നമ്മുടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കുക. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കുക. കരമൊന്ന് കൂപ്പിപ്പിടിച്ച് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു 7 നിയോഗങ്ങൾ അത് ഈശോയുടെ മുമ്പിൽ ഈ ഒരു ബോധ്യത്തോടെ, എൻ്റെ ദൈവം ഞാൻ ഈ സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്കും ഉപരിയാണ്. എൻ്റെ ദൈവം എൻ്റെ ഈ നിയോഗം ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തോടെ ആ നിയോഗം ഒന്ന് സമർപ്പിച്ചേ. ആ നിയോഗം സമർപ്പിച്ച് 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തി, എല്ലാവരും 2 കരങ്ങളും നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചത്തിലൊന്ന് സ്തുതിച്ചേ. 2 കരങ്ങളും ഉയർത്തി വിളിച്ചേ ഈശോയേ. ഉച്ചത്തിലൊന്ന് വിളിച്ചേ ഈശോയേ.